ഏറ്റവും തീവ്രതയുള്ള വേദനയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പദം എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നാണ്. പെയിൻ ഔട്ട് ഓഫ് ക്രോസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്രൂശിതൻ അനുഭവിക്കുന്ന വേദന എന്നാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച വേദനയിൽ മാനസികമായ വേദനയുണ്ട്, ശാരീരികമായ വേദനയുണ്ട്, അതുപോലെ ആത്മീകമായ വ്യഥ ഇതിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട്. അതിൽ തന്നെ ശാരീരികമായിട്ട് എത്രത്തോളം വേദന അനുഭവിച്ചു എന്ന് നാം ഇന്ന് ഈ എപ്പിസോഡിൽ ചിന്തിക്കുകയാണ്. ലൈഫ് ഫോക്കസിൻ്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് നമ്മളോടൊപ്പം ഒരു മെഡിക്കൽ ഓഫീസർ കൂടിയായ ഡോക്ടർ ജോൺ എബ്രഹാം നമ്മുടെ ഒപ്പമുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ലൈഫ് ഫോക്കസിൻ്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ അനുഭവിച്ച വ്യഥകളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയാം, എല്ലാം പ്രധാനപ്പെട്ടതാണ് എങ്കിലും താൻ അനുഭവിച്ച ശാരീരിക വ്യഥകൾ, ശാരീരികമായിട്ടുള്ള വേദനകൾ, അത് എത്രമാത്രം ആഴമുള്ളതായിരുന്നു. അത് ക്രൂശിൽ അനുഭവിക്കുമ്പോൾ തന്നെ അത് എപ്പോഴാണ് ആരംഭിക്കുന്നത്, ആ ശാരീരിക വ്യഥകൾ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ശാരീരികമായിട്ട് നമ്മൾ സാധാരണ പറയുന്നത് മൊത്തം ക്രൂശീകരണം ആ സമയത്ത് നടക്കുന്ന കാര്യത്തെക്കുറിച്ച്, അല്ല എങ്കിൽ നമ്മൾ പറയുന്ന ചാട്ടവരടി ഏറ്റ കാര്യം തൊട്ട്. പക്ഷെ ആക്ച്വലി ബൈബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത് അവിടെ നിന്നുമല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് വരുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഇവൻ്റ് ഉണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, വേർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണു എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. അപ്പം അവിടെ തന്നെ ഒരു ബ്ലീഡിങ്ങിൻ്റെ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നത് റോമൻ ട്രയൽ നടക്കുന്നുണ്ട്. അവിടെ വെച്ച് മുഷ്ടി ചുരുട്ടി ഇടിക്കുന്ന കാര്യങ്ങളും കാര്യങ്ങൾ അവിടെ വായിക്കുന്നുണ്ട്. സ്ലാപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റോമൻ ട്രയലിലോട്ട് വരുമ്പോഴത്തേക്കും 3 റോമൻ ട്രയലുണ്ട്. അതിനകത്ത് 3ാമത്തെ റോമൻ ട്രയലിലാണ് ഈ ഫ്ലോഗിങ്, ചാട്ടവാറടി ഉള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്ന കാര്യങ്ങളും രോമം പറിക്കുന്ന കാര്യങ്ങളും അത് അവിടെ വരുന്നു. പിന്നെ ക്രൂശീകരണത്തിൽ നടക്കുന്നതായിട്ടുള്ള സഫറിങ്സ്. അപ്പം ഇത്രയും സ്ഥലത്തൊരു ഫിസിക്കലായിട്ട് ഉള്ള സഫറിങ്സ് അവിടെ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഗെത്സമനെ രക്തം വേർപ്പ് തുള്ളിയായിട്ട് വന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് യേശുക്രിസ്തുവിന് മാത്രം സംഭവിച്ച കാര്യമാണോ, അതോ ചരിത്രത്തിൽ മറ്റാർക്കെങ്കിലും ഇങ്ങനെ ഒരു ഫിസിക്കലായിട്ട് അതൊരു സംഭവിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടോ? അതായത് ഇപ്പം അത് തന്നെ പറയുവാണെങ്കിൽ ഹെമറ്റോഹൈഡ്രോസിസ് അല്ലെ ഹെമറ്റിഡ്രോസിസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ട് പറയുന്ന ആ പ്രക്രിയ. അതെന്ന് പറയുന്നത് തന്നെ ഈ നമ്മൾ ലിറ്ററേച്ചർ നോക്കുമ്പോൾ തന്നെ അനേക കേസസ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് ലണ്ടൻ ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇത് റെക്കോർഡഡ് ആണ്. ചില അതിവ്യതയിൽ കൂടെ കടന്നു പോകുന്ന ചില നൺസ് അത് ഉണ്ടായിട്ടുണ്ടെന്ന് വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെയിലേഴ്സിൽ ഭയങ്കര സ്റ്റോം, അതായത് അങ്ങേ അറ്റത്തെ ഒരു ആംഗ്വിഷിൽ കൂടെ കടന്നു പോവുകയും മരണം മുന്നിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അധിക സ്ട്രെസ്സും കാരണം ഉണ്ടാകുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഈ ഹെമറ്റോഹൈഡ്രോസിസ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമല്ല അങ്ങനെയും ചിലരൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ അഡ്രിനലിന് ഈ ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഹോർമോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം റിലീസാവുന്നു. അപ്പോൾ ഇത് റിലീസാകുമ്പം തന്നെ നമ്മുടെ വേർപ്പ് ഗ്രന്ഥിക്ക് ചുറ്റുമായിട്ട് കുറേ രക്തക്കുഴലുകളുണ്ട്, കാപ്പിലറീസ് ചെറുതായിട്ട്. അപ്പോൾ അത് കൺസ്ട്രിക്റ്റ് ചെയ്യുക, ഡയലേറ്റ് ചെയ്യുക, കൺസ്ട്രിക്റ്റ് ചെയ്യുക, ഡയലേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുവാണ്. അപ്പം ആ ഒരു പ്രോസസ്സിൻ്റെ ഇടയിലാണ് ഈ ഗ്രന്ഥിക്ക് ചുറ്റുമുള്ള രക്തക്കുഴലുകൾ പൊട്ടുവാനിടയായിത്തീരുന്നു. എന്നിട്ട് അതിൽ നിന്നും ബ്ലഡ് ഈ സ്വെറ്റ് ഡക്റ്റിലോട്ട് കടന്നു വരികയും അതിൽ കൂടെ അത് വെളിയിലോട്ട് വരുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ ഹെമറ്റോഹൈഡ്രോസിസ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വേർപ്പാണ് വീഴുന്നത്, പക്ഷെ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്താണ് വീഴുന്നത്. അപ്പം അതാണ് ഈ ഒരു പ്രോസസ്സ്. ഡെഫിനറ്റ്ലി അത് വേൾഡ് വാർ 2 സമയത്തും അങ്ങനെയുള്ള പല സമയങ്ങളിലായിട്ട് ഇത് ഹിസ്റ്റോറിക്കലി റെക്കോർഡഡ് ആണ്. മെഡിക്കൽ ജേർണൽസിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. സുവിശേഷങ്ങളിൽ ലൂക്കോസ് ആണ് തോന്നുന്നത്. അതെ, ലൂക്കോസ് തന്നെ ഒരു ഡോക്ടറാണ്. അപ്പം പുള്ളി അത് എഴുതിയത് അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടും ആ കർത്താവ് അനുഭവിച്ച ആ ആംഗ്വിഷ്, എക്സ്ട്രീം ഡിസ്ട്രെസ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗെത്സമനെ മുതൽ ഈ ഒരു വേദന സ്റ്റാർട്ട് ചെയ്യണം. അതെ, ഒരു നമുക്കൊരു ഇന്റേണൽ ബ്ലീഡിങ് നടക്കുവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വേദന അവിടെ ഉണ്ട് ചെറുതായിട്ട്. നമുക്ക് തന്നെ അറിയാം, ഒരു ചതവ് പോലെ വരിക, അല്ലെങ്കിൽ അകത്ത് ഹെമറ്റോമ വരിക, അതിൻ്റെ വേദനകൾ. ഇതൊരു ആ ലെവൽ അല്ലെങ്കിൽ പോലും
അതിൻ്റെ ചില ജേർണൽസിൽ പറയുന്നത് ദാറ്റ് മേക്സ് ദ സ്കിൻ എക്സ്ട്രീംലി ടെൻഡർ ആൻഡ് ഫ്രയബിൾ എന്നാണ്. അതായത് ആ തൊലി വളരെയധികം ഫ്രയബിൾ, പൊടിഞ്ഞു പോകത്തക്ക രീതിയിലുള്ള ഒരു പ്രതിഭാസമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അത് തുടർന്ന് നടക്കുന്തോറും അങ്ങനെ വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പായിട്ട് ചാട്ടവാർ അല്ലെ ചമ്മട്ടി വെച്ച് അടിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആ അടി ക്രൂശീകരണത്തിന് മുമ്പ് സാധാരണ എല്ലാവരെയും അടിക്കുന്നതാണോ, അതോ യേശുക്രിസ്തുവിന്റെ കേസിൽ അത് പ്രത്യേകമായിട്ട് അങ്ങനെ ചെയ്തതാണോ? നോക്കുകയാണെങ്കിൽ അത് റോമൻ ട്രയലിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അത് പീലാത്തോസ് പലപ്പോഴായിട്ട് പറഞ്ഞു, ഞാൻ ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അർത്ഥം അതിൻ്റെ അകത്തുനിന്ന് പീലാത്തോസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ചാട്ടവാർ അല്ലെങ്കിൽ ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ട് അങ്ങ് വിടുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. അപ്പോൾ അതൊരു എൻഡ് പ്രോസസ് ഓഫ് പണിഷ്മെന്റ് എന്നുള്ള നിലയിലാണ് പലയിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതും മിക്കവാറും പീലാത്തോസ് ആലോചിച്ചത് അത് തന്നെ ആയിരിക്കാം. അപ്പം വിട്ടയക്കുക എന്നുള്ള ഉദ്ദേശം. പക്ഷെ അപ്പം അതിന് മനസ്സിലാക്കേണ്ട അത് തന്നെ ഒരു വലിയൊരു പണിഷ്മെന്റ് ആണ് റോമൻ ആൾക്കാരെ സംബന്ധിച്ചോളം. അപ്പോൾ അത് റോമൻ സിറ്റിസൺസിനൊന്നും ഒരിക്കലും അത് ചെയ്യാറില്ല. ഏറ്റവും ലോ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു പണിഷ്മെന്റ് ആണ്. അപ്പം ഈ യഹൂദര് റോമൻ ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ തന്നെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും വികൃതമായ രീതിയിലുള്ള ക്രൂശീകരണത്തിലോട്ട് തന്നെ എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ പീലാത്തോസ് അതിന്റെ തെളിവുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പം പറഞ്ഞു, ഓക്കെ, ഇവരെ സന്തോഷം ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ട് വിടാം. ഈ ചമ്മട്ടിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് എന്തുകൊണ്ടാണ് അത് പണിഷ്മെന്റ് ഇൻ ഇറ്റ്സെൽഫ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അത് ഒരു ലെതർ കൊണ്ടുള്ള ആ ഒരു പല എന്താ പറയുന്നത് ഒരു റിബൺസ് പോലുള്ളതാണ്. അപ്പം അത് പറയുന്നത് ലെതർ റിബൺസ് മാത്രമല്ല അവിടെ വരുന്നത്, അതിൻ്റെ അറ്റത്ത് മെറ്റൽ ബോൾസ് കാണും. ആ മെറ്റൽ ബോൾസ് കഴിഞ്ഞിട്ട് പലപ്പോഴും അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ ആടിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ കാറ്റിൽ ബോൺസ് അവിടെ കാണും, അല്ലെങ്കിൽ ആണികൾ കാണും. നമ്മൾ ഈ മുള്ളുവേലിയിലൊക്കെ കാണുന്ന ടൈപ്പിലുള്ള വെച്ചേക്കുന്ന കൂർത്ത ആണികൾ. അപ്പം ഞാൻ പറയാറുണ്ട്, ഓൾവേസ് ദർസ് എ ക്യാൻവാസ്. ആ ശരീരം തന്നെ ഇന്റേണൽ ബ്ലീഡിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നേരത്തെ ഗെത്സമന തോട്ടത്തിൽ നടന്ന ആ ഒരു ഇത് കാരണം. അപ്പം ഈ ചാട്ടവാറടി എന്ന് പറയുന്ന ഒരു തൂണില് കൈകാലുകൾ വിരിച്ച് അർദ്ധനഗ്നനായിട്ട് ആണ് അവിടെ കെട്ടിയിടുന്നത്. എന്നിട്ട് രണ്ട് വശത്തും വളരെ ശക്തിമാന്മാരായ രണ്ട് റോമൻ പടയാളികൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവരെ തൊടുവല്ല, അടിക്കുവാണ്. അപ്പം അവരുടെ ഫുൾ ഫോഴ്സ് എടുത്ത് അടിക്കുമ്പോഴത്തേക്കും നടക്കുന്നത് ആദ്യം ഈ മെറ്റൽ ബോൾസ് പോയി ഈ സ്കിന്നിൽ പോയി ഇടിക്കുക. അതായത് ക്രിക്കറ്റ് ബോളൊക്കെ വന്ന് ശരീരത്തിൽ വീഴുന്ന പോലെ ആ ഫോഴ്സിൽ അത് വന്ന് വീഴുമ്പോഴത്തേക്ക് എന്തോ ഓൾറെഡി ഇന്റേണൽ ബ്ലീഡിങ് നടന്നിരിക്കുന്ന ബോഡിയാണ്, ശരീരമാണ്. അപ്പം ആ സ്കിൻ ഓൾറെഡി ഫ്രയബിൾ ആവാൻ തുടങ്ങും, പെട്ടെന്ന് പൊടിയുന്ന ഒരു രീതിയിലോട്ട് മാറുവാണ്. അത് അവിടെ ഒരു സമയത്ത് നടക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നതാണ് ചാട്ടയുടെ ആ വള്ളികൾ വന്ന് റിബൺസ് പോലെ നമുക്കറിയാം ചൂരൽ വടി കൊണ്ട് അടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ചുവന്ന വര വീഴുന്നു, പിന്നെ തൊലി പൊട്ടി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത് അതിനേക്കാളും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അടിയാണ് നടക്കുന്നത്. ഓൾറെഡി സ്കിന്ന് വളരെ ഫ്രയബിൾ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പം ചാട്ടവാർ അടിക്കുമ്പോൾ തന്നെ ഈ ഓരോ ഒരു 2 to 3 ഇഞ്ചസ് നീളത്തിലും ഒരു 1/2 inch to 3.5 ഇഞ്ചസിലായിട്ട് ഈ ആഴത്തിലും ആയിട്ട് ചാട്ടവാറിന്റെ ഓരോ കഷ്ണങ്ങളും അകത്ത് ചെല്ലുവാണ്. അപ്പം അതവിടെ നടക്കുന്നു, പ്ലസ് മെറ്റൽ ബോൾ കൊള്ളുന്നു, പ്ലസ് ഈ ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോഴത്തേക്ക് മുന്നിലോട്ടുള്ള പുറവീന്ന് അടിച്ച് മുന്നിലോട്ട് വന്ന് ക്ലോസ് പോലെ വന്ന് വീഴുവാണ് ആ ആണിയും ആ എല്ലിൻ കഷ്ണങ്ങളും എല്ലാം കൂടെ. അപ്പം അത് വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഇവിടുന്നും രോമ കഷ്ണങ്ങൾ ഈ തൊലി എല്ലാം കൂടെ ഇളകാൻ പോവാണ്. അപ്പം അത് നടക്കും. അപ്പം 3 പ്രക്രിയകളാണ് ഈ ചമ്മട്ടി കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്നിട്ട് എന്താ ഇപ്പം ജൂയിഷ് കൾച്ചർ അനുസരിച്ച് 39 അടികളെ കൊണ്ട് നിർത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ ഇതങ്ങനല്ല. ഇതെന്ന് പറഞ്ഞാൽ റോമൻസ് ആണ് ചെയ്യുന്നത്. അവർക്ക് അങ്ങനത്തെ എൻ ലിമിറ്റ് ഒന്നുമില്ല, എത്രയും തോന്നുന്നു അത്രയും ചെയ്യാം അവർക്ക്. അപ്പം അതുകൊണ്ടാണ് പല പ്രാവശ്യമായിട്ട് ഈ അടി കൊള്ളുമ്പോഴത്തേക്കും നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ തൊലി വളരെ ഫ്രയബിൾ ആയിട്ടും ഈ മുന്നിലത്തെ ഇത് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇവിടെ റിബ്സ് ആണ്. ഈ ഓരോ റിബ്സിൻ്റെയും അടിയിലായിട്ട് ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, നെർവ്സ് ഉണ്ട്.
അപ്പം ഇത് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ആദ്യം ഈ തൊലിക്കഷ്ണങ്ങളെല്ലാം ഇളകുകയും എല്ലാം ഓൾമോസ്റ്റ് എക്സ്പോസ്ഡ് ആവുകയും ചെയ്യും. കാരണം ഇതിൻ്റെ വളരെ തിന്നാണ് ഈ മുന്നിലത്തെ നമ്മുടെ ആ വാരിയലുകൾക്ക് മുന്നിലുള്ള സ്കിന്നൊക്കെ വളരെ ചെറിയൊരു ലെവലാണ്, പെട്ടെന്ന് വലിച്ചു വരും. അപ്പം മോസ്റ്റ് പ്രോബ്ലി അവിടെ ബോൺസ് ഒക്കെ എക്സ്പോസ്ഡ് ആവും. മാത്രമല്ല പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞൊരു കവറിങ് ഉണ്ട് ഈ ഓരോ എല്ലിലും. അപ്പം അത് പുൾഡ് ആവാൻ തുടങ്ങും. അത് ഭയങ്കര പെയിൻഫുൾ ആണ് അതിലോട്ട് വരുമ്പോഴത്തേക്കും. ആ പെരിയോസ്റ്റിയം അവിടെ ബ്രേക്ക് ആവാം. അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നത് ഈ കൊളുത്ത് പോലുള്ള കാര്യങ്ങൾ ഈ റിബ്സിൻ്റെ ഇടയിലുള്ള ബ്ലഡ് വെസൽസിനെ എല്ലാം വലിച്ചു പൊട്ടിക്കുന്നുണ്ടായിരിക്കാം. അപ്പം നടക്കുന്ന ആർട്ടറി എന്നുള്ള ബ്ലഡ് ചീറ്റാൻ തുടങ്ങും, വെയിൻസിലെ ബ്ലഡ് ഊസ് ചെയ്യാൻ തുടങ്ങും, നെർവ്സിനെ എക്സൈറ്റ് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം ഒരുമിച്ച് നടക്കുവാണ് ചാട്ടവാറടി നടക്കുമ്പം തന്നെ. പുറമെല്ലാം നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് വെച്ചാൽ ആ ഉഴവ് ചാലുകൾ പോലെ എന്നാണ്. കറക്റ്റാണ്. അത് ഈ ഓരോ അടി കൊള്ളുന്ന അനുസരിച്ച് ആഴത്തിലും വീതിയിലുമായിട്ടുള്ള ഈ തൊലിക്കഷ്ണങ്ങൾ ഇളകി ഈ റിബൺസ് തൂങ്ങിക്കിടക്കുന്ന പോലെ, അതായത് പുറത്ത് തൊലിയില്ല, അകത്തെ ദശയും ആ ഫ്ലഷും മാത്രമായിട്ട് കാണുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ നമുക്കത് എത്രമാത്രം പിക്ചർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓൾമോസ്റ്റ് എല്ല് കാണാം, അതുപോലെ നെർവ്സും ബ്ലഡ് വെസൽസും എല്ലാം പൊട്ടി അതിൽ നിന്നുള്ള ആ ബ്ലീഡിങ് ഉണ്ടാകുന്നു, രക്തം ചീറ്റിക്കൊണ്ടിരിക്കുന്നു, പുറത്തേതെല്ലാം തൂങ്ങി കിടക്കുന്നു. ആ ഒരു പിക്ചറാണ് ഈ ചമ്മട്ടി അടിക്കുക എന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് അവിടെ ബിഹോൾഡ് ദ മാൻ എന്ന് പീലാത്തോസ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതാണോ നിങ്ങൾ പറഞ്ഞ രാജാവ് എന്നുള്ള മട്ടിൽ കൊണ്ടുവരുന്നത്. കാരണം അവിടെ കൊണ്ട് തീർക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ആ പണിഷ്മെൻറ്റ് പ്രോസസ്സ്. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല. അതാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള പണിഷ്മെൻറ്റിലുള്ള വ്യത്യാസങ്ങളെ ഒന്ന് ഈ ഗെത്സമന തോട്ടത്തിൽ നടന്ന ആ ഒരു പ്രൊസീജിയർ, പിന്നെ ഇവിടെ കൊണ്ടും യൂഷ്വലി തീരേണ്ടിയായിരുന്നു, പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാവും ആ ഒരു രാത്രി മുഴുവൻ ഒന്നും വെള്ളം കുടിച്ചിട്ടില്ല, ഒന്നുമേ ചെയ്തിട്ടില്ല, ബ്ലീഡിംഗ് ആണ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ബ്ലഡ് ലോസ് ഉണ്ട്, ഡീഹൈഡ്രേഷൻ ഉണ്ട്, കൂടുതലായിട്ട് ആളങ്ങ് എന്താ പറയുക, നമ്മൾ നിർജ്ജലീകരണത്തിൻ്റെ വക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പം അതാണ് അവിടെ ആ ചമ്മട്ടി എന്ന് പറയുന്ന ആ ഒരു വാക്കുകൾ ഒന്ന് രണ്ടേ ഉപയോഗിച്ചിട്ടുള്ളെങ്കിലും ഇത്രയ്ക്ക് ആഴമായ ഒരു പ്രൊസീജിയറാണ് അവിടെ നടക്കുന്നതായിട്ടുള്ളത്. അവനെ കണ്ടാൽ ആളെല്ലാം തോന്നുമാറ് വിരൂപനായി തീർന്നു എന്ന് പറയുന്നത് അവിടെ അതെ അതെ അത് കഴിയുമ്പം ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവർ പറഞ്ഞ ആഫ്റ്റർ ദേ ഹാവ് മോക്ഡ് ഹിം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ ചെകിട്ടത്തടിക്കുന്നുണ്ട്, മുഖത്ത് മുഷ്ടിയുരുട്ടി ഇടിക്കുന്നുണ്ട്, രോമം പറിക്കുന്നുണ്ട്. അപ്പം അതെന്നൊക്കെ പറയുമ്പോൾ ഈ മുഖമൊക്കെ ഈ പറഞ്ഞ പോലെ ആകെ വികൃതമായിട്ട് മാറുവാണ്. ഈ ബ്ലീഡിങ് എന്ന് പറയുന്ന ഇന്റേണൽ ബ്ലീഡിങ് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ചുണ്ടൊന്നും കാണത്തില്ല, മിക്കവാറും ചുണ്ടെല്ലാം തൂങ്ങി കിടക്കുമായിരിക്കാം. മുഖത്ത് ഇടിക്കുകയും സ്ലാപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയും ബ്ലീഡിങ് ഒക്കെ ഉണ്ടായെന്ന് വരാം. അപ്പം കണ്ണിൻ്റെ അവിടെ ഹെമറേജ് ഉണ്ടായെന്നിരിക്കാം. നമ്മളൊരു അടി ഇവിടെ കിട്ടുമ്പം തന്നെ ചിലപ്പം മിക്കവാറും കണ്ണിൻ്റെ അവിടെ സബ് കൺജങ്ക്റ്റൈവൽ ഹെമറേജ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്രയ്ക്ക് നേരത്തെ ബ്ലഡ് വെസൽസ് ആണ് അതെല്ലാം. അപ്പം ആ ആഘാതത്തിൽ അതൊക്കെ സംഭവിച്ചെന്നിരിക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നതിലും വളരെ കൂടിയൊരു ലെവലിൽ കൂടാണ് അവിടെ കടന്നു പോകുന്നത് കർത്താവ് യേശു ക്രിസ്തു. പിന്നെ ആ രോമം പറിക്കാന്ന് വെച്ചാൽ നമ്മളാരും സൂക്ഷിച്ച ഒരു രോമമായിട്ടൊന്നും അല്ല അവിടെ പറിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കിട്ടുന്ന മുടിയെല്ലാം വെച്ചങ്ങ് പറിക്കുക. അപ്പം മിക്കവാറും ആ തൊലിയുടെ ആ രോമത്തിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അടിയിലുള്ള ഒരു ഇച്ചിരി തൊലിയും കൂടെ ഇളകി വരുന്നുണ്ടായിരിക്കും. കാരണം അത്രയും ഫ്ലേവർ. അപ്പം ആ കണ്ടാൽ ആളല്ല എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഒന്നാമത് ഒരു രൂപഗുണവും ഇല്ല എന്ന് പറയുന്നത് സത്യമാണ് അവിടെ ആ ഒരു പ്രോസസ്സിൽ. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചൊക്കെ ഉള്ളൊരു ഫിലിം ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അതിനകത്ത് കാണുമ്പോൾ തന്നെ അത് എത്ര ആഴത്തിലാ, അല്ലെങ്കിൽ അത്രമാത്രം കാഴ്ചയാണ് അത് തന്നെ. അതൊരു ജസ്റ്റ് ഒരു പിക്ചോറിയൽ അവർ കൊണ്ടുവരുവാണ്. നമുക്കിപ്പോഴും അറിയത്തില്ല അതിന്റെയൊക്കെ എത്രമാത്രമാണെന്ന്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ചെറിയൊരു സാമ്പിളാണ്. അത് തന്നെ വളരെ ഭീകരമായ കാഴ്ചയാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു ആഞ്ഞടിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? മുൾക്കിരീടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പിക്ചറുണ്ട്. യഥാർത്ഥമായിട്ട് മുൾക്കിരീടം എന്ന് പറയുന്നത് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് അവിടെ? ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ചാട്ടവാറടി, ചമ്മട്ടിയടി അത് കഴിഞ്ഞുള്ള അടുത്തൊരു സ്റ്റേജിലാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അവർ ഈ റോമൻ പടയാളികളെല്ലാം കൂടെ ചേർന്ന് പരിഹസിക്കാനായിട്ട് ഒരു കോട്ട്, ഒരു റോബ് ഇടിയിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിലൊരു വടി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ മുൾക്കിരീടം എന്നൊരു പദപ്രയോഗം അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അത് അന്ന് കാലത്തുണ്ടായിരുന്ന നമുക്കൊരു ഭാഷ ബൊഗൈൻ വില്ല പോലെ എന്നുള്ളൊരു ചെടി നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ, കാരണം അത്രയും കൂർത്ത മുള്ളുകളാണ്. അതിൻ്റെ ചരിത്രം എന്താണ്ട് 1 ഇഞ്ച് നീളമുള്ള മുള്ളുകൾ അതിലുണ്ട്.
അപ്പം അത് ഇങ്ങനെ പണ്ട് അവർ വേലിയായിട്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജീസസ് ആ ക്രൗൺ ഓഫ് തോൺസ് എന്ന് ഉള്ള ആ ഒരു അർത്ഥത്തെ അവർ പറഞ്ഞ മുള്ളുകൾ എന്ന് പറയുന്ന ഈ ഒരു രീതിയിലാണ്, ഞാൻ മനസ്സിലാക്കാൻ രീതിയിലാണ് പറയുന്നത്. ചിലപ്പോൾ ഈ സേഫ്റ്റി പിൻ ഉണ്ടല്ലോ, ചെറിയ സേഫ്റ്റി പിന്നിൻ്റെ ആ ഒരു അറ്റം എത്ര ആണോ അങ്ങനെ എല്ലാം കൂടെ തലയിൽ ചുറ്റി വെക്കുന്ന ഒരു പ്രക്രിയ. അതായത് ഇവിടെ വളരെ ഇതായിട്ടൊന്നുമല്ല അവർ പറയുന്നത്, ഈ മുൾക്കിരീടം എന്ന് പറയുന്നത് മിക്കവാറും ഒരു ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം ഈ മുൾപ്പടർപ്പ് ഇങ്ങനെ ചുറ്റി വെച്ച് ഓരോ മുള്ളും എന്താണ്ട് 1 ഇഞ്ചോളം നീളമുള്ളത് തലയിൽ വെക്കുന്നതായിട്ടാണ് കാണിക്കുക. അതായത് രാജാവാണ് എന്നുള്ള മട്ടിൽ പരിഹസിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. സാധാരണ ക്രൂശീകരണം ചെയ്യുന്നവരെ ഈ മുൾക്കിരീടം ഇല്ല, അതിലോട്ട് വരുന്നില്ല. കാരണം ഇതൊരു രാജാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. യേശുവിന്റെ കേസിൽ അത് പ്രത്യേകമായിട്ട് ചെയ്തതാ. അപ്പം മാത്രമല്ല വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പരിഹസിച്ച ശേഷം എന്നൊരു വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അകത്ത്. കാരണം അവർക്കിനി ഒന്നും പരിഹസിക്കാനില്ല, ഇനി ഒരു രീതിയിലും പറയാനില്ല എന്നുള്ള മട്ടിലാണ്. അപ്പം അവർ ചെയ്യുന്ന ആ വടിയെടുത്ത് ഈ മുൾക്കിരീടത്തിൽ വെച്ച് ആഞ്ഞടിക്കുവാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലൊക്കെ ചിലർ ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് വരാറുണ്ട് തലയിൽ. സാറേ ഭയങ്കര ബ്ലഡ് പോകുന്നു, നോക്കുമ്പോൾ ഒരു സുഷിരം പോലും കാണാനില്ല, ഒരു വളരെ ചെറിയൊരു ഡോട്ടാണ്. പക്ഷെ കൊണ്ടുവരുമ്പോൾ അവരുടെ ആ തോർത്തും തുണിയും എല്ലാം നിറച്ച് ബ്ലഡാ. അതാണ് നമ്മുടെ തലയോട്ടി അങ്ങനെ. അതായത് ആ സ്കാൽപ്പിന് ചുറ്റുമുള്ള ഒരു ഭയങ്കര നെറ്റ്വർക്ക്, ഒരു മീൻവല പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അതിനേക്കാളും ക്രോസ് ആയിട്ടാണ് ബ്ലഡ് വെസൽസ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ അത് കാരണം ഒരു ചെറിയ ഒരു മൊട്ടുസൂചിയുടെ ഒരു മുറിവുണ്ടായാൽ പോലും ഭയങ്കര ബ്ലീഡിങ്. അപ്പോൾ ഇതെന്ന് പറയുവാണെങ്കിൽ ഇത്രയും ആഴത്തിലുള്ള ആ ഓരോ മുള്ളുകളും തലയിൽ വെച്ച് അടിക്കുക എന്ന് വെക്കുമ്പോഴത്തേക്കും വളരെ സൂക്ഷിത്തൊടുവല്ല. ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുന്നു, ആഞ്ഞ റോമൻ പടയാളികൾ എടുത്തിട്ട് അടിക്കുന്നത്. ഒപ്പം തന്നെ അത് അവർ ഭയങ്കര പഠിച്ച് ചെയ്യുന്നറിയാം. തലയോട്ടിയിൽ എടുത്തിട്ട് അടിക്കുകയായിരുന്നു ഡയറക്റ്റ്ലി എങ്കിൽ ആൾക്ക് പെട്ടെന്ന് ബോധം കിടാം. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് ആ മുള്ളുകൾ അകത്ത് കയറാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അപ്പോഴത്തേക്ക് നടക്കുന്ന വെച്ചാൽ ഭയങ്കര ബ്ലീഡിങ് നടക്കുക, ഓൾറെഡി ബ്ലീഡിങ് ആണ്, പ്ലസ് അതിൻ്റെ പുറത്ത് ഇതുകൂടെ വെച്ച് ആഞ്ഞടിക്കുമ്പോഴത്തേക്കും മുഖം ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൂങ്ങി കിടക്കുന്ന ഓരോ ഭാഗമാണ്, രോമമെല്ലാം ഇളകി കിടക്കുവാണ്, തൊലി തൂങ്ങിക്കിടക്കുന്നു, മാംസങ്ങൾ പറിച്ച് കിടക്കുന്നു, അതിൻ്റെ മണ്ടയിൽ കൂടെ ഇതിനും ബ്ലീഡിങ്ങും കൂടെ തുടങ്ങുവാണ്. അപ്പം കണ്ണിൽ കൂടെയും ആ പിരികത്തിൽ കൂടെ എല്ലാം കൂടെ ബ്ലീഡിങ് പുറത്തും മുന്നിലും എല്ലാം ആയിട്ട് വരാൻ പോവാണ്. അപ്പം ആ ഒരു അടിക്കുക തലയോട്ടി കൊണ്ട്, തലയോട്ടിയിൽ ഇത് കൊള്ളുമാറ് ഉള്ള നിലയിലുള്ള, പക്ഷെ അതേസമയം തലയോട്ടിക്ക് ഡാമേജ് ഉണ്ടാവുന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റോമൻസ് വളരെ ഈ ചരിത്രത്തിൽ പറയുന്ന പോലെ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടാണ് ഇവർ ഈ ക്രൂസിഫിക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അവർക്കറിയാം എങ്ങനെ ഇത് പ്രൊലോങ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ഇതിനോട് ചേർന്ന് പറയാനുള്ളത്, അവർ പറയുന്നുണ്ട് ആ ഇട്ടിരിക്കുന്ന ആ വസ്ത്രം അവരെ വലിച്ചു ഊരുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ബാൻഡേജ് പോലെ ഒരു മുറിവ് വരുമ്പോൾ നമ്മൾ ബാൻഡേജ് ഒട്ടിക്കുന്നു. അപ്പം ഒരു ബ്ലീഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പെട്ടെന്ന് വലിക്കുമ്പോൾ എന്ത് പറ്റും, ആ ക്ലോട്ട് ചെയ്യാൻ തുടങ്ങിയ ആ മുറിവ് പിന്നെയും ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. ഇതിപ്പോൾ ഓർത്തോണം, പുറം മുഴുവനും ഉഴവുചാലുകൾ പോലെ തൂങ്ങി പറഞ്ഞ് കിടക്കുക. അതിന്റെ പുറത്താണ് ഒരു തുണി വെച്ച് ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ആ ക്ലോട്ടും സീറോവും എല്ലാം കൂടെ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അതാണ് വലിച്ചൂരുന്നത്. അപ്പോഴത്തേക്ക് എന്ത് പറ്റും, ആ ക്ലോട്ടായി ബ്ലീഡിങ് നിൽക്കത്തക്ക രീതിയിൽ ഉണ്ടായിരുന്ന അതെല്ലാം പിന്നെയും ഓപ്പൺ ഉണ്ടാവും. അപ്പം പിന്നെയും ഒരു പ്രോസസ്സ് ഓഫ് ബ്ലീഡിങ് അവിടെ നടക്കുവാണ്. അപ്പം പിന്നെയും ഡീഹൈഡ്രേറ്റ്, ഓൾറെഡി ബ്ലഡ് ലോസ് അങ്ങേ അറ്റം എത്തുവാണ്. ഇപ്പം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 5.5 ലിറ്റർ ബ്ലഡാണ്. ഇപ്പം നമ്മളിപ്പം അനീമിയ എന്നൊക്കെ പറയുന്നത്, നമ്മൾ ചോദിക്കുന്നത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എവിടെയെങ്കിലും രക്തം പോകുന്നുണ്ടോ, നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോഴുണ്ടോ, അതൊക്കെ നമ്മൾ പറയുന്നത് ജസ്റ്റ് ചെറിയ അംശങ്ങളാണ്. അല്ലെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ടോ, ചെവി, അതൊക്കെ നമ്മൾ ജസ്റ്റ് തുള്ളിക്കണക്കുകളാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഇതിപ്പം അതെ, അങ്ങനെ വേണം പറയാം, മുഴുവൻ രക്തത്തിൽ കോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഫ്രം ഹെഡ് ടു ടു. അത് ഈ ഓരോ പ്രാവശ്യം വലിക്കുമ്പോൾ പിന്നെയും ബ്ലീഡിങ് ഉണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും ഇതൊരു എക്സ്ക്രൂഷിയേറ്റിംഗ് എന്നൊരു വാക്ക്, ആ വ്യക്തി കടന്നു പോകുന്ന വ്യത എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട്, ഇത് ഞാൻ ശാസ്ത്രീയമായി ചെറിയൊരു നിലയിൽ പറയുകയാണ്. ഈ ശാരീരികമായ പീഡനങ്ങൾക്ക് ശേഷമാണല്ലോ ക്രൂശീകരണത്തിലേക്ക് പോകുന്നത്. ഈ ക്രൂശിൽ സംഭവിച്ച കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? അവിടെയും ശാരീരികമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നോ? ക്രൂശിലും ഈ ക്രൂശീകരണത്തിലോട്ട് പോകുന്ന യാത്രയിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും കഷ്ടപ്പാടുകൾ പോയ ആ യേശുവിനെയാണ് അവര് കുറേ ദൂരം നടത്തിച്ച് ആ ക്രൂശീകരണ സ്ഥലത്തിലോട്ട് എത്തിക്കുന്നത്. ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ച യേശു ഇത്രയും
ബ്ലീഡിങ് സംഭവിച്ചു, പക്ഷെ അദ്ദേഹം ഫെയിന്റ് ആയതായിട്ടോ അല്ലെങ്കിൽ അങ്ങനൊന്നും നമ്മൾ വായിക്കുന്നില്ല. ഒരൊറ്റ ക്ലൂ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുരിശ് നമ്മൾ വായിക്കുന്നുണ്ട് വേറൊരു വ്യക്തിയെ കൊണ്ട് ഇടിപ്പിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. ഇപ്പം ചില ചരിത്ര പണ്ഡിതന്മാർ പറയുന്ന അനുസരിച്ച് ഈ വയോ ഡോളോറസ എന്ന് പറയുന്ന ആ ഒരു വഴി, ക്രൂശിന്റെ വഴി പല സ്ഥലങ്ങളിൽ വീണതായിട്ടും എടുക്കാൻ പറ്റാത്ത നിലയിലാവുന്നു, ചിലർ അടുത്തോട്ട് വരുന്നു എന്നുള്ള ആ ഒരു ചിത്രീകരണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ബൈബിളിൽ പൂർണ്ണമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെ ക്ഷീണിതനായിരുന്നു, മുന്നോട്ട് ആ കുരിശ് എടുക്കാൻ പറ്റാത്ത സ്റ്റേജ് ആയിരുന്നു. അതുകൊണ്ടാണ് പടയാളികൾ ആ വഴി പോയ ആ വേറൊരു വ്യക്തിയെ കൊണ്ട് അത് എടുപ്പിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നത്. അതും ഈ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിത്രീകരണത്തിൽ ക്രൂശ് ഈ ഒരു പ്ലസ് സൈൻ പോലെ ഉള്ളതാണ്. പക്ഷെ ഈ ആ യാത്രയിൽ മിക്കവാറും എടുത്തുകൊണ്ട് പോയത് അങ്ങനത്തെ കാര്യമല്ല. ചരിത്രം പറയുന്നത് മിക്കവാറും ക്രൂശിന്റെ ആ നടുത്തൂണ് ആ ഓരോ സ്ഥലങ്ങളിലും നാട്ടിയിട്ടുള്ള കാര്യമാണ്. ഈ ക്രൂശിക്കപ്പെടേണ്ടുന്ന വ്യക്തി കൊടുക്കുന്നത് ആ പ്ലാറ്റിബുലം എന്ന് പറയുന്നതാണ്. ആ മിഡിൽ ആ ക്രോസിന്റെ ആ ഒരു ഭാഗം, അത് തന്നെ എന്താണ്ട് ഒരു 40 കിലോ വരുന്ന ഒരു കാര്യമായിട്ടാണ് അവരൊക്കെ പറയുന്നത്. അപ്പൊ ആ ഇത്രയും ക്ഷീണിതൻ 40 കിലോ ഭാരവും തൂക്കിക്കൊണ്ട് വേണം ഈ നടക്കാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ നമ്മൾ വായിക്കുന്നത് ആ 7 സ്ഥലങ്ങളിൽ വീഴുന്നതായിട്ടും പല സ്ഥലങ്ങളിൽ വീഴുന്നു. അതുകൊണ്ടാണ് അത്രയും ക്ഷീണിതനായ ഒരു വ്യക്തി വെള്ളം കുടിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, രക്തം നഷ്ടപ്പെട്ട് ഉള്ള ആ നിലയിൽ ഉള്ള ഒരു വ്യക്തിയാണ് ആ വഴി പോകുന്നത്. അപ്പം ക്രൂശീകരണത്തിന്റെ സ്ഥലത്തോട്ട് എത്തുമ്പോഴും തന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ക്രൂശിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ രണ്ട് നടുതൂണിലല്ല, ആ പ്ലാറ്റിബുലം എന്ന് പറയുന്ന 2 വശത്തായിട്ട് ക്രൂശിക്കുക, ആണി അടിക്കുക. അത് മനസ്സിലാക്കേണ്ട ഈ ചരിത്രം നമ്മൾ പടങ്ങളിലൊക്കെ കാണുന്നത് പലപ്പോഴും ഈ 2 സ്ഥലങ്ങളിലായിട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത്, പത്തിയയിലാണ് കാണുന്നത്. പക്ഷേ അന്നത്തെ ജൂയിഷ് ഗ്രീക്ക് ഭാഷയിലും ഒക്കെ നോക്കുവാണെങ്കിൽ അവർ പറയുന്ന ഈ ഹാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ റിസ്റ്റൂഡ് ഉൾപ്പെടുത്തിക്കൊണ്ട്, അപ്പം റിസ്റ്റ് ആവാനാണ് സാധ്യത കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്രൂശിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ബോൺസേ ഉള്ളൂ, പല ബോൺസുകളാണ്, ഈ 5 ബോൺസാണ്. അപ്പം അതിൻ്റെ ഇടയിലോട്ട് എടുക്കാന്ന് വെച്ചാൽ ഇവിടെ വെറും ഫ്ലഷേ ഉള്ളൂ, വേറെ ഒന്നും സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പം ഈ ക്രൂശീകരണ പ്രോസസ്സിൽ ശ്വാസം എടുക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പം വലിക്കുമ്പം തന്നെ ഇവിടെ നിന്ന് അങ്ങ് കീറി അങ്ങ് പോകും, അതാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 8 ബോൺസ് ഉണ്ട്. ആ ബോൺസിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 ബോൺസ് ആണ്. അപ്പം ഒരു കറക്റ്റ് ഒരു ഷേപ്പിൽ അവിടെ കിട്ടും, ലോക്കായിട്ട് നിൽക്കും അവിടെ. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഈ ആണി ഇതിന്റെ ഇടയിൽ കൂടെ കയറ്റുക. അപ്പം ഈ ആണി അടിച്ച് കയറ്റുമ്പം തന്നെ മനസ്സിലാക്കണം ഇതിന്റെ നടുക്കൊരു മീഡിയൻ നെർവ് ഉണ്ട്. ആ മീഡിയൻ നെർവിൽ കൂടാണ് അടിച്ച് കയറ്റുന്നത്. നമുക്ക് തന്നെ ഒരു ഉദാഹരണം പറയാം, ഇവിടെ ഒരു നെർവ് ഉണ്ട്, നമ്മളൊന്ന് അറിയാതെ ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ ഒരു ഷോക്കാണ് നമ്മുടെ കൈ കൂടെ ഒക്കെ കടന്നു പോകുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അവിടെ ആണി അടിച്ച് കയറ്റുക. അപ്പം തന്നെ അർത്ഥമാണ് ഈ അടിക്കുമ്പം തന്നെ ഷോക്ക് പോലൊരു പ്രക്രിയ 2 കൈ കൂടെ നടന്നുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ചെയ്യുന്ന വെച്ചാൽ ആ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ തന്നെ ആ നടുതൂണിലോട്ട് കയറ്റി വെക്കുക. അപ്പം തന്നെ ഒരു വലിയ ജെർക്ക് നടക്കുക. അതൊന്ന്. അപ്പം അവിടെ ആണി അടിച്ച് കയറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷോക്ക് ഫീലിങ്, അതുപോലെ തന്നെ പുറം മുഴുവനും ചാട്ടവാറടിയെല്ലാം ഏറ്റ് ആകെ പൊളന്ന് കിടക്കുന്നു. ഇതിനെയാണ് പൊക്കിയെടുത്തുകൊണ്ട് ക്രൂശ് ആ നടുതൂണിലോട്ട് കയറ്റി വെക്കുന്നത്. അപ്പം ആ ജെർക്ക് തന്നെ ഉണ്ടാവുകയാണ്, ആ ഒരു കുഴിയിൽ വീഴുന്നതിൻ്റെ ആ ഒരു ജെർക്ക്. അപ്പം തന്നെ ഈ ആണിയിൽ കിടക്കുന്ന ഈ കരങ്ങളിൽ കിടക്കുന്ന നെർവ്സ് എല്ലാം ഒന്നുകൂടെ സ്റ്റിമുലേറ്റഡ് ആവുക. അപ്പം തന്നെ ബോഡിയിൽ ഫുൾ ഷോക്ക് പോലൊരു ഒരു ടെൻഡൻസി ഉണ്ടാവുക. പിന്നെ അടുത്ത സ്റ്റേജ് എന്തുവാണ്, കാലടിച്ച് കയറ്റുക. അപ്പം എന്നിട്ട് ആ കുരിശിൻ്റെ ആ നടുതൂണിൽ കാല് വെച്ച് 2 കാലിൻ്റെ പാദങ്ങൾ ക്രോസ് ചെയ്ത് വെച്ച് ഈ 2 എല്ലുകൾക്കിടയിൽ കൂടെ, കാരണം ഇവിടെയും ബോൺസ് ഉണ്ട്, ആ കാലിൻ്റെ ആ ആംഗിളിൻ്റെ അവിടെയും ബോൺസ് ഉണ്ട്, അതിൽ സപ്പോർട്ട് ചെയ്ത് ചവിട്ടി നിന്ന് വേണം ആ ക്രൂശിക്കപ്പെട്ട വ്യക്തി ശ്വാസം വലിച്ചെടുക്കാനായിട്ട്. അപ്പം അതിനു വേണ്ടിയാണ് അവർ അങ്ങനെയും ചെയ്യുന്നത്. ചിലർ രേഖപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പുറവിലത്തെ ബോണിൽ കൂടെയും ചെയ്തതായിട്ട് ചില സാമ്പിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പം ചോദിക്കാറുണ്ട്, ഇങ്ങനെ പക്ഷെ ക്രൂശിച്ചിട്ടുണ്ടോ, ചരിത്രത്തിൽ ഇങ്ങനെ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ശരീരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ എല്ലാം മിക്കവാറും പിന്നെ നായ്ക്കളും അവരൊക്കെ ഭക്ഷിക്കുന്നതായിട്ടും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മിക്കവാറും അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ബോൺസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇപ്പോഴും ചരിത്രത്തിൽ കിട്ടാത്തത്. വളരെ റെയറായിട്ട് മാത്രമാണ് ഇങ്ങനത്തെ 1-2 ബോൺ സാമ്പിൾസ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു വശം. അപ്പം ക്രൂശിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യതയാണ് അടുത്ത ഒരു വലിയൊരു സംഭവം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഡീഹൈഡ്രേഷൻ, സോഡിയം ഇല്ല, പൊട്ടാസ്യത്തിൻ്റെ ലോസ് ഉണ്ട്, മെഗ്നീഷ്യം ലോസ്, ഇങ്ങനെ പല ലോസുകൾ ഉണ്ടാവുകയാണ്. നമുക്കറിയാം ഈ ക്രാംസ് നമുക്ക് ചില വ്യക്തികൾക്കുണ്ട്, ക്രാംസ് ഫീൽ ചെയ്യും.
അതെന്ന് പറയുമ്പോൾ തന്നെ ഈ ഓട്ടക്കാരൻ്റെ ഇടയിലും അല്ലെങ്കിൽ കുറേ ദൂരം നടക്കുക, ഡ്രൈവ് ചെയ്യുക, സൈക്കിൾ ചവിട്ടുക, അവരുടെ കാലിലെല്ലാം മസിൽ പിടുത്തം എന്നൊക്കെ പറയുന്ന പോലെ അതുണ്ടാവാനുള്ള വലിയ ചാൻസ് ഉണ്ടാവുകയാണ്. അത് തന്നെ ഭയങ്കര എക്സോഷനിലോട്ട് ആൾ പോവുകയാണ്. പിന്നെ ഉള്ളൊരു കാര്യം ഇതിൻ്റെ അകത്ത് കാർബൺ ഡയോക്സൈഡ് ബിൽഡപ്പാണ്. കാർബൺ ഡയോക്സൈഡിൻ്റെ ബിൽഡപ്പ് ഉണ്ടാകുന്നു, ലാക്റ്റിക് ആസിഡിൻ്റെ ബിൽഡപ്പ് ഉണ്ടാകുന്നു. ഇപ്പം ഇത് രണ്ടും ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ എക്സോഷൻ ഉണ്ടാക്കും. കാർബൺ ഡയോക്സൈഡ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞുകൊണ്ടാണ് കാർബൺ ഡയോക്സൈഡ് കൂടുന്നത്. ഈ കാർബൺ ഡയോക്സൈഡിന്റെ റോള് കൂടുന്നതനുസരിച്ച് ആൾ കൂടുതൽ ബ്രീത്ത് ചെയ്യേണ്ട ആളാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഹാർട്ട് റേറ്റ് എല്ലാം പടപട അടിക്കാൻ തുടങ്ങും. അപ്പൊ ഇത് ഒന്ന് ഓർത്ത് നോക്കേണ്ട കാര്യം, ഇത്രയും ക്ഷീണിതനായി ഇത്രയും ബ്ലഡ് ലോസ് സംഭവിച്ച ആ ഒരു വ്യക്തിക്ക് ലാക്റ്റിക് ആസിഡിന്റെ ബിൽഡപ്പ് ഉണ്ടാവുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ രണ്ട് ആണികളിൽ കൂടെ പിടിച്ച് വേണം മേളിലോട്ട് എടുത്ത് ശ്വാസം ഒന്ന് വിടാനും എടുക്കാനുമായിട്ട്. നമുക്കറിയാം ഈ ജിമ്മിലൊക്കെ ഉള്ള വ്യക്തികൾ പുള്ളപ്സ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് പോലെ ആ ശ്വാസം എടുക്കുക പ്രോസസ്സ്. തൂങ്ങിക്കിടക്കുമ്പോൾ അത് പറ്റത്തില്ല, ആ ഡയഫ്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണം. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ ആ ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്നു, അത് പറ്റുന്നില്ല, ഭയങ്കര പാടുപെട്ട് വലിച്ചെടുക്കുന്നു. അപ്പോഴത്തേക്ക് എന്ത് പറ്റും, ഞാൻ പറഞ്ഞ പോലെ ഞരമ്പുകളിൽ കൊള്ളുന്നു. അപ്പോഴത്തേക്ക് ആ ഒരു ഷോക്ക് ഫീലിംഗ് ഉണ്ടാവുന്നു. പിന്നെ നടക്കുന്നത് എന്താണ്, ഈ പുറവശം മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന പോലെയാണ്. അപ്പൊ ഈ മരക്കുരിശ് വലിയ സ്മൂത്ത് ചെയ്ത് ഇന്ന് കാണുന്ന സ്വർണ്ണക്കുരിശ് പോലെ അല്ല, മുഴുവനും നാരുകളും ചില്ലുകളും എല്ലാം ഉള്ള റഫാണ്. അപ്പൊ അതിൽ കൂടെ ഒരഞ്ഞു വേണം മേളിലോട്ടും താഴോട്ടും ഇറങ്ങാനായിട്ട്. അപ്പൊ മേളിലോട്ട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പിന്നെയും ബ്ലഡ് ലോസ് ഉണ്ടാവുകയാണ്. അതേസമയം അപ്പം ഈ ഷോക്കിന്റെ ഫീലിംഗിൽ ഓൾമോസ്റ്റ് അടിച്ചിടുന്നതിന്റെ കൂട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നത്. ഇതുണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ഫ്ലൂയിഡ് കളക്ഷൻ തുടങ്ങും ബോഡിയിൽ. അപ്പോഴാണ് ഹാർട്ടിന് ചുറ്റും ഒരു കവറിങ് ഉണ്ട്, പെരിക്കാർഡിയ. അപ്പൊ അതിന്റെ അകത്ത് ഫ്ലൂയിഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും, പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്നൊക്കെ പറയും. അപ്പൊ അത് കാരണം എന്ത്, ഹാർട്ട് റേറ്റ് കൂടാൻ ശ്രമിക്കുന്നു, പക്ഷെ അതേസമയം ഫുള്ളായിട്ട് കൺട്രാക്ട് ചെയ്ത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സ്പേസ് ഇല്ല. അപ്പം തന്നെ ഓക്സിജൻ പിന്നെയും കുറവാണ് ശരീരത്തിലൊക്കെ, മറ്റവയവങ്ങളിൽ. ആ പൊസിഷൻ അവിടെ കിടക്കും. അതേസമയം നമ്മൾ ലാക്റ്റിക് ആസിഡിന്റെ ബിൽഡപ്പ് ഉണ്ടാവുകയാണ്, കാരണം ഹെവി വർക്ക് ലോഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ലാക്റ്റിക് ആസിഡ് കൂടുന്നത്, ഡീഹൈഡ്രേഷനും ഉണ്ട്. അപ്പം എന്ത് പറ്റുന്നു, ഇത് എടുക്കാനും പറ്റുന്നില്ല, ശ്വാസം എടുക്കുകയും വേണം, ഹാർട്ട് റേറ്റ് കൂടുകയും ചെയ്യുന്നു. അപ്പം ഒരു കാർഡിയക് ടാമ്പണാഡെന്ന് നമ്മുടെ ഭാഷയിലൊക്കെ പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. എന്താണ്, അതിലോട്ട് പോകുന്ന പോലാണ് ആ ക്രൂശീകരണ പ്രോസസ്സ്. അപ്പം എന്താണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞ ഒരു അസ്ഫിക്സിയേഷൻ അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടലാണ്. പല മെഡിക്കൽ ജേർണൽസും ഇത് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ അവർ പറയുന്നത് ഒരു ശ്വാസം മുട്ടൽ പോലെയാണ് അവസാനം കർത്താവിനോട് ഫേസ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ്. കാരണം ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, കാർബൺ ഡയോക്സൈഡ് ബിൽഡപ്പ് കാരണം എടുത്തേ പറ്റൂ, ഹാർട്ട് റേറ്റ് കൂടുന്നു, ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ്ട് പറയാം, വെള്ളമില്ലാതെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. ലങ്സ് ഒക്കെ കൊളാപ്സ് ചെയ്യുന്നു, കാരണം വെള്ളം അതിൻ്റെ അകത്തും കൂടുവാണ്. അപ്പോൾ അവിടെയും പ്രോപ്പറായിട്ടുള്ള ശ്വാസം എടുത്താൽ പോലും ഫുൾ ലങ്സ് എല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഹാർട്ടിന് പ്രോപ്പറായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു പ്രോസസ്സ് ഇസ് ടോട്ടലി ഭയങ്കര ഒരു പെയിനും നമുക്കെന്നെ രാത്രിയിലോ ആർക്കെങ്കിലും ഒക്കെ കാലിലെ കോച്ചിപ്പിടുത്തം അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം ആ ഒരു ചെറിയ വേദന. ഇത് ബ്ലഡ് ലോസ് പ്ലസ് എലമെൻറ്റ്സ്, മിനറൽസ് ഒക്കെ നഷ്ടപ്പെടുന്നു, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, അതിൻ്റെയൊക്കെ ലോസ് അവിടെ നടക്കുന്നു. അത് കാരണം ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ക്രാമ്പ് എല്ലാം കൂടെ ചേർത്തൊരു വേദനയും കൂടെ സ്പെഷ്യലായിട്ട് അവിടെ ഫീൽ ചെയ്യാൻ ഇടയായി തീരുവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലരെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ നേരെയും ക്രൂശിക്കുകയോ ചെയ്യുന്നത്, 1-2 ചാട്ടവാറടി. ഇതിപ്പം ഗെത്സമന തോട്ടത്തിലുണ്ടായ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു, അതോടുകൂടെ ചാട്ടവാറടി ഏറ്റത് കിടക്കുന്നു, പ്ലസ് റോമൻ, പിന്നെ ഈ തലയിൽ മുൾക്കിരീടം വെച്ചുണ്ടായ ബ്ലഡ് ലോസിൻ്റെ അവിടെ കിടക്കുന്നു, പ്ലസ് ആണ് ഈ വ്യതകളെല്ലാം കൂടെ സഹിക്കാനിട വരും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം ക്രൂശിൽ സംഭവിക്കുന്നത് ഇതുപോലെ ശാരീരികമായ വലിയ വേദനയിലൂടെ കടന്നുപോയി, ശ്വാസം എടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഒരു വലിയ വേദന, അല്ലെങ്കിൽ ആ ഹൃദയം പൊട്ടി മരിക്കുന്ന ഒരു അനുഭവം. അതേസമയം തന്നെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു, തൻ്റെ ജീവനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ മരിക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു പോയിന്റ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് എങ്ങനെ അതിനെ വിശദീകരിക്കാൻ പറ്റും? അതിന് ക്രൂശീകരണത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു ക്രോസിൽ ഒരു 3 ദിവസമെങ്കിലും കിടക്കത്തക്ക രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. കാരണം ആൾക്കാരെല്ലാം കാണണം,
ആ വഴിപോക്കരെല്ലാം കാണണം, പരിഹസിക്കണം, വേദന വേദന അനുഭവിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തെ. അപ്പം ശരിയാണ്, കർത്താവ് യേശുക്രിസ്തു ഇതിൽ കൂടെ ഒക്കെ കടന്നു പോയെന്ന് പറയുമ്പോൾ തന്നെ റോമൻ മനസ്സിൽ അല്ലെങ്കിൽ ആ പടയാളികളുടെ മനസ്സിൽ ഈ വ്യക്തി എന്തായാലും തുടരുമെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഇവര് ക്രൂശീകരിച്ച് കഴിഞ്ഞ് കാൽ മുട്ട് മുറിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതായത് അടുത്ത ദിവസം പെസഹയാണ് എന്നുള്ള ഇതുകൊണ്ട് ക്രൂശിൽ കിടക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട്. അതിന് തന്നെ കാരണം കാൽമുട്ട് മുറിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സാണ്. അതായത് എന്തുകൊണ്ടാണ്? കാരണം കാലിൽ കുത്തി വേണം ഈ ക്രൂശിക്കപ്പെട്ട വ്യക്തി ശ്വാസം എടുക്കാനായിട്ട്. അപ്പൊ ആ കാൽമുട്ട് മുറിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആൾ തൂങ്ങി കിടക്കുക, പിന്നെ ആ ഒരു രീതിയിലും പുള്ളിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത സ്റ്റേജ് ആവുക, അത് മരണത്തിലോട്ട് പോവുകയാണ്. അപ്പം കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് ആ കാൽമുട്ട് മുറിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു കാര്യവുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അതായത് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും അല്ല കർത്താവ് യേശുക്രിസ്തുവിനെ കൊന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെ, കർത്താവ് മരിക്കാനിടയിൽ ഇതൊന്നും കാരണം കൊണ്ടല്ല, ഇതൊക്കെ ഉടക്കെ അനുഭവിച്ചു, ഈ വ്യതകളെല്ലാം സഹിച്ചു നമ്മുടെ പാപത്തിനായിട്ട്. പക്ഷെ അവിടെ വായിക്കുന്ന ആ പദപ്രയോഗമാണ്, അതായത് നിലവിളിച്ചു കൊണ്ട് പ്രാണനെ വിട്ടു എന്നുള്ളൊരു വാക്കാണ്. അവിടെ നമ്മൾ കാണുന്ന കർത്താവ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് പറയുവാണ്. അപ്പം എന്താണോ പാപത്തിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള നിലയിൽ വെച്ചിരിക്കുന്ന ആ ശിക്ഷാവിധികൾ എന്തൊക്കെയാണോ, ഇനിയും നത്തിങ് എൽസ് ടു ബി ഡൺ എന്നുള്ളൊരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ആണ് പിതാവിനിലേക്ക് പിതാവെ നിന്റെ കയ്യിലോട്ട് എൻ്റെ പ്രാണനെ ഏൽപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പ്രാണനെ വിടുന്നതായിട്ട് വായിക്കുന്നത്. അപ്പം അത് അവരുടെ മുന്നിൽ തന്നെ വളരെ ആശ്ചര്യമാണത്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവരത്രയ്ക്ക് അത് പെർഫെക്റ്റ് ചെയ്തേക്കുന്ന ഒരു ആർട്ട് ഓഫ് കില്ലിംഗ് ആണ് ഈ ക്രൂസിഫിക്ഷൻ. അതിൻ്റെ ഇടയിൽ ഒരാളിങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ വായിക്കുന്നതാണ് വായിക്കുന്നത്, അവിടെ ആശ്ചര്യപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. അവർക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ വായിക്കുന്ന ഒരു കുന്തം കൊണ്ട് കുത്തി വിലാപ്പുറത്ത് അവിടെ ഒരു രക്തവും വെള്ളവും വീണു. അത് തന്നെ ഒരു ക്ലിയർ സൈൻ ആണ് ദാറ്റ് ഹി ഈസ് ഡെഡ് എന്ന് പറയുന്നത്. അത് ഇപ്പോഴൊന്നും അല്ല, കുറച്ച് നേരമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവിടെ. കാരണം നമ്മളൊരു ബ്ലഡ് ഒരു സാമ്പിൾ എടുത്തൊന്ന് വെക്കുവാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് 2 ലെയറായിട്ട് മാറും. ഓക്കെ, 2 അല്ല 3, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 2 ലെയർ. അപ്പോൾ അവിടെ മേളിൽ ക്ലിയർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവും. താഴെയാണ് ബ്ലഡ് കട്ടി പിടിച്ചുള്ള RBCസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ അവിടെ വന്നടി. അപ്പം തന്നെ 2 ലെവലാവുക. അപ്പം നമ്മൾ ഓർക്കണം, അന്നത്തെ എഴുത്തുകാർ അത് രേഖപ്പെടുത്തിയിരിക്കുന്നതും ആ രീതിയിലാണ്. അതായത് രക്തവും വെള്ളവും പുറപ്പെട്ടു. അതെന്തുകൊണ്ടാണ്? കാരണം മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിന് ചുറ്റും ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിൽ മുഴുവനും സീറം പോലെ കളക്റ്റഡ് ആണ്. ഈ പറഞ്ഞ ഒരുമാതിരി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ഒരു വസ്തു. അപ്പൊ അത് കുത്തുമ്പോൾ ആദ്യം അത് റിലീസ് ആവുന്ന പോലെ, പിന്നെ ഹാർട്ടിന്റെ അവിടത്തേക്ക് പിയേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ രക്തം കട്ടിപിടിച്ച് കിടക്കുക. കാരണം ഹാർട്ടിൽ രക്തമാണ്. അപ്പം കുറച്ച് സമയം എടുക്കുന്നതനുസരിച്ച് ഇതങ്ങ് സെപ്പറേറ്റഡ് ആവുക. അപ്പൊ അത് കാണിക്കുന്ന തന്നെ കർത്താവ് യേശുക്രിസ്തു ഇവര് കുന്തം കുത്താൻ വരുന്ന സമയത്ത് തന്നെ മരിച്ചു കഴിഞ്ഞു. അതും ഇറ്റ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഹാപ്പൻഡ് വിതിൻ മിനിറ്റ്സ് അല്ല, കുറച്ച് നേരമായി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഭയങ്കര ആശ്ചര്യപ്പെട്ട് പറയുന്നത്. അപ്പൊ അതോടാണ് കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്നും ആ വ്യത മുഴുവനും സഹിച്ചു. പക്ഷെ സ്വന്തം ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ശക്തി കർത്താവിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു. അവിടെയാണ് നമ്മൾ കർത്താവിന്റെ ആ ഒരു ഇതിൽ പറയുന്നത്, ഈ കമ്മിറ്റഡ് ഹിംസെൽഫ് ടു ഹൂ ജഡ്ജസ് റൈച്വസ്ലി. അപ്പം റോമക്കാരോ അല്ലെങ്കിൽ യഹൂദരോ കൊന്നു എന്നുള്ളതല്ല അവിടുത്തെ പ്രാധാന്യം. കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്ത് നമ്മുടെ പാപങ്ങൾക്കായിട്ട്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ ആശ്ചര്യപ്പെട്ടു എന്നൊരു വാക്ക് അവിടെ വരുമ്പോൾ ഈ പറഞ്ഞതുമായിട്ട് നമുക്കത് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും. നമുക്കറിയാം, യേശുക്രിസ്തു ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ടാണ് ക്രൂശിൽ മരിക്കുന്നത്, അല്ലെങ്കിൽ പാപത്തിന്റെ പരിഹാരമായിട്ടാണ് ക്രൂശിൽ മരിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം വേദന, നിന്ന, പരിഹാസം, ആ ഒരു വലിയ പ്രോസസ്സിലൂടെ കടന്നുപോയി മരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അതിൻ്റെ റെലവൻസ് എന്താണ്? ഇത് ആ ഏദൻ തോട്ടത്തിൽ നിന്നുള്ളൊരു ചിത്രം. ഏദൻ തോട്ടത്തിൽ ആദാമിനെ അവിടെ ആക്കി, ഒന്നാം മനുഷ്യൻ. അവിടെ നമ്മൾ കാണുന്നുണ്ട്, പാപം ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു പല കണക്ഷൻസോട് ബ്രേക്ക് ആവുകയാണ്. അപ്പം സ്വയമേ തന്നെ ഗിൽറ്റ് ഉണ്ടാവുന്നു. പിന്നെ പറയുന്നു നീ തന്ന സ്ത്രീ, അപ്പം സൊസൈറ്റിയുമായിട്ടൊരു ബ്രേക്ക് ഉണ്ടാവുന്നു. പിന്നെ ഭൂമി അവിടെ ശപിക്കപ്പെട്ടതാവുന്നു, അപ്പോൾ ഭൂമിയുമായിട്ടൊരു ബ്രേക്ക് ഉണ്ടാവുന്നു. അപ്പം ആ ദൈവവുമായിട്ടൊരു സെപ്പറേഷൻ ഉണ്ടാവുന്നു. അപ്പം ഓൾമോസ്റ്റ് ഇതേ പിക്ചറാണ് നമ്മൾ ക്രോസിലും കാണുന്നത്. അതായത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെ ഉയർപ്പിക്കാനായിട്ട്
നമ്മുടെ അതിക്രമങ്ങളെല്ലാം പാപമെല്ലാം അവൻ്റെ പുറത്താക്കപ്പെട്ടു. അവൻ പാപമായി തീർന്നു. നമ്മൾ വായിച്ചത് പാപത്തിൻ്റെ ശമ്പളം മരണം. കാരണം ദൈവം എന്ന് പറയുന്നത് വളരെ ജസ്റ്റാണ്. കാരണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലവും അത് തന്നെയാണ്. അപ്പം ജസ്റ്റായ ദൈവത്തിൻ്റെ മുന്നിൽ പാപിയായ എനിക്കോ നിങ്ങൾക്കോ കോൺഫിഡൻറ്റോടുകൂടെ നിൽക്കാൻ പറ്റത്തില്ല. അതിന് പറ്റിയ ഒരു വ്യക്തി നമുക്ക് നടുക്ക് നിന്നേ പറ്റും. അപ്പം അവിടാണ് ആ പാപത്തിൻ്റെ ശമ്പളമായ മരണം മുഴുവൻ ഏറ്റെടുക്കേണ്ട ഒരു വ്യക്തി അവിടെ വേണം. പക്ഷെ ആ വ്യക്തി പാപിയാവാനും പാടില്ല. ഇപ്പം നമ്മൾ വായിക്കുന്ന ചരിത്രങ്ങൾ വെച്ച് പഠിക്കുമ്പോൾ ആ ഇസ്രായേൽ ചരിത്രത്തിൽ ഒരു പുരോഹിതൻ ചെല്ലുവാണെങ്കിൽ സ്വന്തം പാപത്തിന് വേണ്ടി ആദ്യം യാഗം കഴിക്കണം, പിന്നെ ജനത്തിന്റെ പാപത്തിന് വേണ്ടി. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ആവശ്യം വരാതിരിക്കുന്ന ഏക ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ ഈ പറയുന്ന എല്ലാ ഹ്യൂമിലിയേഷനിൽ കൂടെയും എല്ലാ ഹ്യൂമൻലി പോസിബിൾ, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഏതൊക്കെ ശിക്ഷ കൊടുക്കാമോ ആ ലെവലിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ കൂടെ കടത്തിവിട്ട് നത്തിങ് ഇസ് ലെഫ്റ്റ് എന്നുള്ള നിലയിൽ കർത്താവിന് പറയാൻ ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് പറയാൻ പറ്റുന്ന ഏക ഒരു മരണം ഈ രീതിയിലുള്ള മരണമായിരുന്നു. കാരണം രക്തം ചിന്താതെ ഒരു വിമോചനമില്ല എന്നുള്ളത് ഇസ്രായേൽ മക്കൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അവർക്ക് എപ്പോഴും അവർ ചെയ്യുന്ന പാപത്തിന് വേണ്ടി അവർ ചെയ്യുന്നത് കുഞ്ഞാടിനെ കൊണ്ടുവന്ന് തലയിൽ കൈവച്ച് ആ പാപം ഒരു ട്രാൻസ്ഫറൻസ് നടത്തി ആ കുഞ്ഞാടിനെ ഇറക്കുവാണ്. അപ്പൊ അവർക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ പിക്ചറാണ്. അതായത് എൻ്റെ പാപത്തിന് വേണ്ടി ഈ ഒരു കുഞ്ഞാട്, ഈ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ഈ കുഞ്ഞാട് അവിടെ കൊല്ലപ്പെടുവാണ്, മരണപ്പെടുവാണ്. അതുപോലെ തന്നെ അവിടെ തിരുവചനങ്ങൾ പൂർത്തീകരിക്കാനായിട്ടാണ് ക്രിസ്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും കാണുന്നല്ലേ ഐശായാലും എന്താണ്ട് അനേക വർഷങ്ങൾക്ക് മുമ്പേ തന്നെ, എന്താണ് 800 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എങ്ങനെ മരിക്കും. അതായത് പീലാത്തോസിന് മുന്നിൽ മിണ്ടാതിരുന്നു എന്ന് പറയുന്ന പോലെ അതൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുവാണ്. രോമം പറിക്കപ്പെടും, അത് രേഖപ്പെടുത്തിയിരിക്കുവാണ്. രക്തം ചിന്തപ്പെടും, അത് രേഖപ്പെടുത്തിയിരിക്കുവാണ്. മുഖം കണ്ടാൽ ആളല്ല എന്ന് തോന്നും, അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പുറം മുഴുവൻ ചാലുകൾ, അപ്പൊ അതെല്ലാം അവിടെ പൂർത്തീകരിക്കണം. അപ്പം അതാണ് നമ്മൾ അവിടെ കാണപ്പെടുന്നത്. അതാണ് യഹൂദരുടെ മരണ രീതി എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്, ബ്ലാസ്ഫമിക്ക്. പക്ഷെ അത് ചെയ്യാതെ അന്നത്തെ ചരിത്രം മൂവി, അതാണ് പെർഫെക്റ്റ് ടൈം ക്രൈസ്റ്റ് വന്നെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അതിന് കുറച്ച് മുമ്പോ അതിന് ശേഷമായിരുന്നെങ്കിൽ ഈ ക്രൂസിഫിക്ഷൻ അല്ലായിരുന്നു അവിടെ നടക്കാൻ പോകുന്നത്. വേറെ പല രീതിയിലുള്ള മരണ രീതിയിലോട്ട് മാറാമായിരുന്നു. ചിലപ്പോൾ സിംഹത്തിന് മുന്നിലോട്ട് എറിഞ്ഞു കൊടുക്കുന്ന രീതിയായിരുന്നായിരിക്കാം. പക്ഷേ ഏറ്റവും ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടും യഹൂദരെ സംബന്ധിച്ചോളം അവർ പറയുന്നത് മരത്തിൽ തൂങ്ങപ്പെടുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ, അതവിടെ നടക്കണം. ആ പെർഫെക്റ്റ് ഹ്യൂമിലിയേഷൻ അവിടെ നടക്കണം. ദൈവവുമായിട്ടുള്ള സെപ്പറേഷൻ നടക്കുവാണ്, മനുഷ്യരുമായിട്ടുള്ള സെപ്പറേഷൻ നടക്കുവാണ്. എല്ലാവരും വിട്ടോടിപ്പോയി. അപ്പോൾ ആ ഒന്നാം ആദാം എന്തൊക്കെ മുറിച്ചോ അതേ രീതിയിലുള്ളൊരു മുറിക്കൽ, ഒരു ബന്ധങ്ങളുടെ മുറിക്കൽ അവിടെ നമ്മൾ കുരിശിലും കാണുവാണ്. പക്ഷെ കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ ബന്ധങ്ങളെല്ലാം ഒന്നിച്ച് കൊണ്ടുവരുവാണ്. അപ്പം ഒന്നാം ആദാം അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ആ ബന്ധങ്ങളെയെല്ലാം ഒന്നിച്ച് കൊണ്ടുവരാൻ ആ ക്രൂശ് അത്യാവശ്യമായിരുന്നു. ആ ക്രൂശിലെ ഉയർത്തെഴുന്നേൽപ്പ് അത്യാവശ്യമായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും വ്യതകൾ ഇത് ബൈബിളിൽ എഴുതിപ്പെട്ടിരുന്ന പ്രവചനങ്ങൾ അനുസരിച്ചുള്ള ഒരു മരണമാണ് അവിടെ കാണുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ഫിസിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ആ ക്രൂസിഫിക്ഷനിലെ ഒരു വളരെ ചെറിയൊരു അംശം മാത്രമേ ആവുന്നുള്ളൂ. അത് വളരെയധികം വ്യതയാണ്, വളരെയധികം ബുദ്ധിമുട്ടാണ്, വളരെയധികം സഫറിങ് ആണ്. കേൾക്കുമ്പോൾ നമുക്കതൊരു ഇമോഷണൽ ഹൈ പോലെ തോന്നാം, എനിക്ക് വേണ്ടി കർത്താവ് ഇത്രയും കഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ഫീൽ അവിടെ വരാം. പക്ഷെ അതല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പാപത്തിനായിട്ട്, നമ്മുടെ പാപത്തിനെ അവിടെ ക്രൂശിക്കുക എന്നുള്ളതല്ല, നമ്മളെ ഫ്രീ ആക്കുക എന്നുള്ള, നമ്മളെ റൈച്ചസ് ആക്കുക എന്നുള്ള ആ ഒരു ആസ്പെക്റ്റ്, ആ പാപത്തിൻ്റെ ഭാരം, അതാണ് അവിടെ ആക്ച്വലി കൂടുതലായിട്ട് കർത്താവ് അനുഭവിച്ച ആ വ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ക്രൂശീകരണത്തെക്കുറിച്ച് നമുക്ക് ധാരാളം അറിവുകൾ ലഭിക്കുന്നുണ്ട് പലയിടത്തുനിന്നും. എന്നാൽ ഒരു മെഡിക്കൽ ഓഫീസർ, ഒരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്, ഒരു ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഇത്ര വിശദീകരിച്ച് കേൾക്കുവാൻ സാധിച്ചത് വളരെ നല്ലൊരു അറിവായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ലൈഫ് ഫോക്കസ് ഞങ്ങളോടൊപ്പം ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ വന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി.